guys, welcome back to our school FM. SRFM ചിരിയും ചിന്തയും 19009 കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. Hello everyone, I'm Anshida. This is our SRFM ചിരിയും ചിന്തയും 19009 കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ടീം 10th ബി. ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകരുമായ സെമീർ അലി പതിനാറുകളാണ്. പഠനകാലത്ത് നമ്മുടെ സ്കൂളിന് വേണ്ടി മാപ്പിളപ്പാട്ട്, അറബി ഗാനം, വട്ടപ്പാട്ട് തുടങ്ങിയ ഇനങ്ങളിലെല്ലാം സബ് ജില്ലാ, ജില്ലാ സംസ്ഥാന മേളകളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ സെമീർ അലിക്ക 2008 നടന്ന സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ നമ്മുടെ സ്കൂളിന്റെ വട്ടപ്പാട്ട് ടീമിലെ ലീഡിംഗ് സിംഗർ ആയിരുന്നു. ഗാനരംഗത്ത് ഇപ്പോഴും സജീവമായി തുടരുന്ന പ്രിയപ്പെട്ട സെമീർ അലി പതിനാറുങ്ങൾ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. വെൽക്കം സർ. മൊഞ്ചുള്ളൊരു പെണ്ണുണ്ടൻ കൽബകത്ത്, മുഞ്ചത്തി അവളാണിന്നെൻ പൂമുത്ത്. പഞ്ചാര ചിരിയാൽ കണ്ണിണകൾ കോർത്ത്, പതിവായൻ സ്വപ്നത്തിൽ കൂടും തീർത്ത്. വെള്ളിനില പുഞ്ചിരിയോ വെണ്ണക്കല്ലോ, വെൺപനി നീ പൂവിതളോ വേഴാമ്പലോ. വേണ്ട വേറൊന്നും എനിക്കിതൊന്നു മാത്രം മതി. മൊഞ്ചുള്ളൊരു പെണ്ണുണ്ടൻ കൽബകത്ത്, മുഞ്ചത്തി അവളാണിന്നെൻ പൂമുത്ത്. പഞ്ചാര ചിരിയാൽ കണ്ണിണകൾ കോർത്ത്, പതിവായൻ സ്വപ്നത്തിൽ കൂടും തീർത്ത്. താമരപ്പൂവിൻ്റെ ചേലാണവള്, താരിളം കുഞ്ഞിൻ്റെ ചിരിയാണവള്. താരങ്ങൾ പോൽ മിന്നും കണ്ണുള്ളോള്, അഴകായി നുണക്കുഴി കവിളുള്ളോള്. താലോലം പാടുന്ന കരിവള കൊഞ്ചലിൻ മൊഴിയുള്ളോള്. മൊഞ്ചുള്ളൊരു പെണ്ണുണ്ടൻ കൽബകത്ത്, മുഞ്ചത്തി അവളാണിന്നെൻ പൂമുത്ത്. പഞ്ചാര ചിരിയാൽ കണ്ണിണകൾ കോർത്ത്, പതിവായൻ സ്വപ്നത്തിൽ കൂടും തീർത്ത്. വെള്ളിനില പുഞ്ചിരിയോ വെണ്ണക്കല്ലോ, വെൺപനി നീ പൂവിതളോ വേഴാമ്പലോ. വേണ്ട വേറൊന്നും എനിക്കിതൊന്നു മാത്രം മതി. മൊഞ്ചുള്ളൊരു പെണ്ണുണ്ടൻ കൽബകത്ത്, മുഞ്ചത്തി അവളാണിന്നെൻ പൂമുത്ത്. പഞ്ചാര ചിരിയാൽ കണ്ണിണകൾ കോർത്ത്, പതിവായൻ സ്വപ്നത്തിൽ അതിമനോഹരമായ ഗാനം ആലപിച്ച സമീർ അലി സാറിന് നന്ദി. This is SRFM ചിരിയും ചിന്തയും 19009 കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. മോട്ടിവേഷൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. ചില സമയങ്ങളിൽ മോട്ടിവേഷൻ നമ്മുടെ ജീവിതത്തിൽ അതീവ സ്വാധീനം ചെലുത്തും. മനുഷ്യന്റെ മാനസികാവസ്ഥയെ മാറ്റുന്ന ഒന്നാണ് മോട്ടിവേഷൻ. ഇതാ
ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു അടിപൊളി മോട്ടിവേഷനുമായി ഞാൻ നിൻഹയെ ക്ഷണിക്കുന്നു. ഹായ്, നിങ്ങൾക്ക് എന്താണ് ഡ്രഗ്സ് എന്നറിയോ? ഇപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്ന കള്ളും കഞ്ചാവും ഒന്നും അല്ലടാ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് വീഴുന്നിടത്ത് ചവിട്ടുന്നവരുടെ മുമ്പിൽ തളരാതെ ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് കിട്ടുന്ന സക്സസ് ഉണ്ടല്ലോ, എന്നിട്ട് നമ്മളെ ചവിട്ടുന്നവരുടെ കണ്ണിൽ കാണുന്ന അസൂയയുടെ തീയിൽ മുറിവേറ്റ് ഗർജിക്കുന്ന ഒരു സിംഹത്തെ അവർ കാണും. അതാണിടോ യഥാർത്ഥ ഡ്രഗ്സ്. ജസ്റ്റ് കം ടു റിയാലിറ്റി. You can do. Thank you. താങ്ക് യു ഹിബ. ഇനിയും നമുക്കൊരു പാട്ട് തന്നെ കേട്ടാലോ? അതിനായി ഞങ്ങളുടെ ക്ലാസ്സിലെ ഗായികയും ഇമ്പമാർന്ന ശബ്ദത്തിന്റെ ഉടമയുമായ നിസ്ബയെ ക്ഷണിക്കുന്നു. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമിന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. അതിലേത് ജാതിക്കും കേറാമിന്നാക്ക്. അതിവേഗം നിസ്കാര പായാവിരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോടി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. താങ്ക് യു നിസ്ബ. Hello everyone, I'm Anshida. This is our SRFM ചിരിയും ചിന്തയും 19009 കേൾക്കാം കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം. പുസ്തകം വായിക്കാത്തതായി ആരുമില്ല. ഒരു നല്ല പുസ്തകത്തെ തിരഞ്ഞു നടക്കുന്നവരാണ് നമ്മൾ. ഇതാ നിങ്ങളിലേക്ക് ഒരു ബുക്ക് റിവ്യൂമായി ഞാൻ എൻ്റെ ക്ലാസ്സിലെ റിംഷയെ ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം. ചെന്നൈ എന്ന നാട്ടിലേക്ക് തന്റെ സിനിമാ പഠനം പൂർത്തീകരിക്കാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന ശ്രീറാം എന്ന യുവാവിനെ ആസ്പദമാക്കി ജനമനസ്സിൽ ഇടം നേടിയ പ്രശസ്തനായ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ്. ആരാണ് ആനന്ദി? അവൾ എന്തിന് ചെന്നൈയിൽ വന്നു? അവൾക്ക് അവളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമോ? ആരാണ് മല്ലി? റാമിന് മല്ലിയുമായുള്ള ബന്ധമെന്ത്? റാം തന്റെ പ്രണയം പറയുമോ? തുടങ്ങിയ 100 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഈ പുസ്തകം നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങും. ഒരു തവണയെങ്കിലും ഈ പുസ്തകം നിങ്ങൾ വായിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു റിംഷ. ഇനി നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. അതിനായി ഹിബയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായിട്ടും ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമായിട്ടും നാം ആചരിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയും ലിറ്റിൽ ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ ഡിജിറ്റൽ യുദ്ധവിരുദ്ധ പോസ്റ്റർ നിർമ്മാണം നടത്തി. കൂടാതെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്ത: കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ശാസ്ത്രജ്യൂസ് 2025 തിരുരങ്ങാടി നിയമസഭാ നിയോജക മണ്ഡലതല മത്സരത്തിൽ 2ാം സ്ഥാനവും 1000 രൂപ ക്യാഷ് അവാർഡും നേടിയ നമ്മുടെ സ്കൂളിലെ ഫസിൻ പിയോക്കും ഫെല്ല പിയോക്കും PTA കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അറബിക് ക്ലബിന്റെ ഉദ്ഘാടനവും അറബിക് ടൈപ്പിംഗ് പ്രാക്ടീസും കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചു. നന്ദി, നമസ്കാരം. താങ്ക് യു ഹിബ. ഇന്നത്തെ ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പരിപാടികൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയ ഞങ്ങളുടെ HM ഉസ്മാൻ സാറിനും ഞങ്ങളുടെ ക്ലാസ് സർ റഷീദ് സാറിനും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് സാങ്കേതിക സഹായങ്ങൾ ചെയ്തു തന്ന ഷംസുദ്ദീൻ സാറിനും പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ കാണാം. ഇറ്റ്സ് മീ അൻഷിത, സൈനിങ് ഓഫ്.
ലാ